നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ലഭിക്കുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയും സന്തോഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. എന്നാൽ ഈ അവസരം നിങ്ങളെ പവർഫുൾ ആക്കാൻ പ്രപഞ്ചം തന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ പല തടസ്സങ്ങളുമുണ്ടാകും. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ചിലരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്കൊന്നും പൊട്ടൻഷ്യൽ, ടാലൻറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, അവഗണിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഇല്ല എന്നവർ പറയുമ്പോൾ എന്താണ് അർത്ഥം? അവർ നമ്മളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷേ അതൊന്നും കേട്ട് നമ്മുടെ മനസ്സ് തളരരുത്. കാരണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നമ്മൾ ആർക്കു വേണ്ടിയും നമ്മളുടെ കഴിവും പൊട്ടൻഷ്യലിനും തെളിയിച്ചു കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരാണെന്നും നമ്മളുടെ ചിന്തകൾ എന്താണെന്നും നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ വാക്കുകളാണ്. ഇഫ് യു വാണ്ട് സംതിങ്, ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അതായത്, നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഈ പ്രപഞ്ചം ഗൂഢാലോചന നടത്തി ആ ആഗ്രഹം നടത്തിത്തരും. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷവും സമൃദ്ധിയും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യും. ഇതെൻ്റെ ലൈഫിലെ ഒരു അനുഭവമാണ്. ഇതുപോലെ എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ സഹായിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. 1. മെഡിറ്റേഷൻ. 2. വിഷ്വലൈസേഷൻ. 3. ഗ്രാറ്റിറ്റ്യൂഡ്. 4. മാനിഫെസ്റ്റേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം മാനിഫെസ്റ്റേഷൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നതും വിശ്വാസമാണ്. ആഗ്രഹിച്ച കാര്യം 100% നടക്കും എന്ന് ഉറച്ച വിശ്വാസം. അതാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ എന്ത് ചിത്രമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ചിത്രത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. വരയ്ക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ തുടക്കം മുതൽ എൻഡിങ് വരെ ക്ലാരിറ്റിയോടുകൂടി വരച്ചു തുടങ്ങുന്നതിന് മുമ്പേ ആ ചിത്രം വരച്ചു തീർന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ആ ചിത്രം കാണുമ്പോൾ മനോഹരമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അതിപ്പോഴേ മനസ്സിൽ ഫീൽ ചെയ്യണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മളൊരു കാര്യം അതിയായി നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യം ശാന്തമാക്കണം. ചുറ്റും ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അത് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. അത് നമ്മൾ ഉറക്കം ഉണർന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് കണ്ണുകൾ അടച്ച് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യമൊന്നും നമ്മുടെ ചിന്തകളെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്നാലും 1 മാസം തുടർച്ചയായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത് വിഷ്വലൈസേഷൻ. അതായിരുന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു സിനിമ കാണുന്നത് പോലെ മനസ്സിൽ കാണണം. മെഡിറ്റേഷനും വിഷ്വലൈസേഷനും ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തിത്തരാനുള്ള ആൾക്കാരെയും സന്ദർഭങ്ങളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു തുടങ്ങും. അധികം വൈകാതെ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്യും. നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അതിൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തരും. ഉദാഹരണം, ഞാനൊരു കഥ പറയാം. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്നൊരു സ്ഥലത്ത് ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിയായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പൈലറ്റ് ആവണമായിരുന്നു. അതിനായി ഒരുപാട് പഠിച്ച് എഫേർട്ട് എടുത്ത് അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളോടെ ഡെറാഡൂണിലെ എയർഫോഴ്സ് അക്കാദമിയിൽ ഇൻ്റർവ്യൂവിനായി പോയി. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾക്ക് എയർഫോഴ്സ് പൈലറ്റ് ആവാനുള്ള ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്യപ്പെട്ട വിഷമത്തിൽ അദ്ദേഹം ഹിമാലയത്തിലേക്ക് ഒരു ദൂരയാത്രയ്ക്ക് പോയി. അദ്ദേഹം വിഷമത്തോടെ നടന്നു പോകുമ്പോൾ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. സന്യാസി അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താണ് നിനക്ക് ഇത്രയും വിഷമം? അപ്പോൾ അദ്ദേഹം ആ സന്യാസിയോട് പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആവുക എന്നത്. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്തു. എനിക്കൊരു പൈലറ്റ് ആവാനുള്ള പേഴ്സണാലിറ്റി ഇല്ല എന്നവർ പറഞ്ഞു.
അപ്പോൾ ആ സന്യാസി അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടന്നിരിക്കും. അപ്പോൾ അദ്ദേഹം ആ സന്യാസിയോട് ചോദിച്ചു, താങ്കൾ പറയുന്നത് ചിലപ്പോൾ ശരിയാകാം, പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു പൈലറ്റ് ആവാനുള്ള ഏജ് ലിമിറ്റുണ്ട്. പക്ഷെ ഞാൻ ഏജ് ഓവറായി. ഇനി ഞാൻ എങ്ങനെയാണ് ഒരു പൈലറ്റ് ആവുക? ആ സന്യാസി അപ്പോൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനായി ഈ പ്രകൃതിയും അതിലെ സകല ചരാചരങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടാകും. അത് സൂര്യൻ കിഴക്കുതിക്കും എന്നതുപോലെ ഒരു പരമസത്യമാണ്. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടതിന് ശേഷം തിരിച്ചു പോന്നു. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാനായി മാറി. ആ വ്യക്തിയായിരുന്നു APJ അബ്ദുൽ കലാം. പിന്നെ ഇന്ത്യയുടെ പ്രസിഡൻ്റായി മാറി. ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ നേവിയുടെ സുപ്രീം കമാൻഡറാണ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡറാണ്, ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡറാണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിൽ കൂടുതലായിരിക്കും ദൈവം കരുതി വച്ചിട്ടുണ്ടാവുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും വിഷമിച്ച് തളർന്നിരിക്കരുത്, മുന്നോട്ട് പോവുക. താങ്ക് യു. I am Bashir, certified mind coach and artist.